ഓക്കെ, നാരായണൻ പറയുന്നതാണ് എന്ത്, ദോർ ഈസ് ഓൺലി എ നാരോ വിൻഡിങ് പാത്ത് ടു ദി ടോപ്പ്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ ആകെയുള്ളത് അവിടെ ഒരു ഇടുങ്ങിയൊരു വഴി മാത്രമാണ്. യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വെഹിക്കിൾ, നിങ്ങളുടെ വാഹനങ്ങളൊന്നും അതിൻ്റെ മുകളിലോട്ട് പോകില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഹൗസസ് ഇൻക്ലൂഡിങ് മൈൻ വിച്ച് ആർ അലോൺ ദി സ്ലോപ്പ്. ആ ഒരു താഴ്വരയിൽ, ആ സ്ലോപ്പിലുള്ള ചെരുവുകളിലുള്ള വീടുകൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡിങ് മീ, എൻ്റെ വീടും അതിലുണ്ട്, ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അവിടെയുള്ള വീടുകളൊക്കെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ദെൻ സാഗർ പറയാണ്, ദർ ഈസ് നത്തിങ് ടു വറി, ഐ ക്യാൻ ടെൽ യു. അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം. ദിസ് ഹോട്ടൽ ഈസ് ബീങ് ബിൽഡ് ബൈ ദീക്ഷിത്. അപ്പോൾ ഇത് ഈ ഹോട്ടൽ ഉണ്ടാക്കുന്നത് ആരാണ്? ദീക്ഷിത് ആണ്. ഹിയർ ഓഫ് ഹിം ദ മില്ലനിയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. നിങ്ങൾ കേട്ടിട്ടില്ല ദീക്ഷിതിനെ കുറിച്ച്? എന്താണ്, ഡൽഹിയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വെച്ചാൽ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ദീക്ഷിത്. ഹി ഹാസ് ദ ഓക്കെ ഫ്രം ദി ഗവൺമെൻറ്. എന്താണ്, ഗവൺമെൻറ് അദ്ദേഹത്തിന് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്, വെച്ചാൽ അനുമതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിഞ്ചഡ് ദി ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേമിന് എന്ന് വെച്ചാൽ ദീക്ഷിതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? അനുമതി കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാനുള്ള. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. ഐ ഹാവ് കം ടു ഗെറ്റ് ദി വർക്ക് സ്റ്റാർട്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഐ ഹാവ് കം ടു ഗെറ്റ് ദി വർക്ക് സ്റ്റാർട്ടഡ്. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ജോലി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ദെൻ രാമണ്ണ പറയാണ്, agitated. Hurry, no one in the village has been told about it. The villagers will not like it. I know they will not. അപ്പോൾ കുറച്ച് ദേഷ്യത്തോടെയാണ് രാമണ്ണ പറയുന്നത്. നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട്. എന്താണ്, ഞങ്ങൾ വില്ലേജുകാരോട് വെച്ചാൽ ഗ്രാമവാസികളോട് ഒന്ന് ചോദിക്കാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഒരിക്കലും ഈ വില്ലേജേഴ്സ് എന്ത് ചെയ്യില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. ഐ നോ ദേ വിൽ നോട്ട്. എനിക്കറിയാം അത് അവർക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല, അവർക്ക് അതിന് കഴിയില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് രാമണ്ണ പറയണത് വെച്ചാൽ നമ്മളുടെ ടീ ഷോപ്പ് ഓണർ പറയണം. അപ്പോൾ സാഗർ പറയാണ്, ഹാഫ്ലി ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്. കുറച്ച് അഹങ്കാരത്തോടെ പറയാണ്, ഇഗ്നോറൻസ് അറിവില്ലായ്മ, എൻ്റെ സുഹൃത്തെ അറിവില്ലായ്മയാണ്. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ, കാൺ യു സീ. എന്താണ്, വില്ലേജിലുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, ഈ ഒരു ഗ്രാമത്തിന് ഒരു പ്രശ്നമില്ല, ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. വെൻ വി വൈഡൻ ദി റോഡ് ടു ഗോ അപ്പ് ദ ഹിൽ ആൻഡ് മേക്ക് ഇറ്റ് എ ടാർ റോഡ്, സം ഹൗസസ് വിൽ നാച്ചുറലി ബി നോക്കഡ് ഡൗൺ. എന്താണ്, ഞങ്ങൾ അവിടെ ഒരു ടാറിട്ട റോഡ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ വൈഡായിട്ടുള്ള വീതിയൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ വരാൻ പറ്റിയിട്ടുള്ള വൈഡായിട്ടുള്ള റോഡുകൾ അവിടെ റോഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ചെരുവിലൊക്കെയുള്ള ഹൗസസ് സ്വാഭാവികമായിട്ടും പൊളിച്ചു മാറ്റേണ്ടി വരും. വി വിൽ കോമ്പൻസേറ്റ് ഹാൻഡ്സംലി, ഡോണ്ട് യു വറി മാൻ. പക്ഷെ അങ്ങനെ പൊളിച്ചു മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല, നല്ലൊരു തുക കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ഗ്രാമവാസികൾക്ക് അവിടെ പൊളിച്ചു മാറ്റുന്ന വീടുകളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു കോമ്പൻസേഷൻ, നല്ല ഒരു പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കുള്ള ഒരു ക്യാഷ് കൊടുക്കും. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽസ് ഇൻ ദി കൺട്രി. ഈ ഒരു രാജ്യത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലായിരിക്കും ഇതെന്നാണ് സാഗർ പറയുന്നത്. ടൂറിസ്റ്റ് വിൽ പോർ ഇൻ ടു യുവർ വില്ലേജ്, എസ്പെഷ്യലി റിച്ച് വൺസ്. ഇനി എന്ത് ചെയ്യും, ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകും. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ടൂറിസ്റ്റുകൾ നിറഞ്ഞു നിൽക്കും ഈ ഒരു ഗ്രാമത്തിൽ. ഇതൊരു എന്തായിരിക്കും, ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ റിച്ച് വൺസ് ആയിരിക്കും ഈ ഒരു വില്ലേജ്. ഓക്കെ, ആ ഒരു വില്ലേജിൻ്റെ അതാണ് അവിടെ പറയുന്നത്. നാരായണൻ ഡൗട്ട്ഫുള്ളി, വേർ ആർ ദി മെൻ ടു ബിൽഡ് എ ഹോട്ടൽ, വേർ ഈസ് ദ മെഷീനറി. നാരായണ ഒരു സംശയത്തോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽ നിർമ്മിക്കാനുള്ള ആളുകൾ എവിടെ, പണിക്കാരൊക്കെ എവിടെ? ദെൻ വേർ ഈസ് ദ മെഷീനറി, അതുപോലെ മെഷീൻസൊക്കെ എവിടെ, അത് ഉണ്ടാക്കാനുള്ള മെഷീൻസൊക്കെ എവിടെ? ഈ സാഗർ വെറുതെ തള്ളുകയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നാരായണൻ ചോദിച്ചത്. ദെൻ സാഗർ ലാഫിങ്, ഇറ്റ് ഈസ് ഓൾ അറേഞ്ച്ഡ് മാൻ, ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. സാഗർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണേ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാൻ. എന്താണ് ദീക്ഷിത് എന്ന് പറയുന്നത്? ദീക്ഷിത് ഒരിക്കലും ദീക്ഷിതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാറില്ല. ഹി ഹാസ് ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിന് എന്തുണ്ട്? ഇൻഫ്ലുവൻസ് ഉണ്ട്. വെച്ചാൽ ഓരോരുത്തരെ കണ്ട് കാര്യങ്ങൾ സാധിക്കാനുള്ള കഴിവുണ്ട്, വെച്ചാൽ അതിനുള്ള പ്രാപ്തിയുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്, സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്. എന്താണ്, അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്? ആരെയും കണ്ട് സാധിക്കാനുള്ള ഒരു
മറ്റുള്ള മുകളിലുള്ളവരെയൊക്കെ കണ്ട് കാര്യസാധ്യതയ്ക്കുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിനുണ്ട്. കാരണം ഹി വാസ് എ മില്ലനിയർ. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നു പറയും. എന്നിട്ട് അദ്ദേഹം ഒന്ന് സ്നാപ്പ് ഹിസ് ഫിംഗേഴ്സ്, അദ്ദേഹത്തിൻ്റെ വിരലുകളൊന്ന് കടിച്ചു പിടിച്ചിട്ട് പറയും സാഗർ, ടുമോറോ ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെൻറ്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. അപ്പോൾ നാളെ ഈ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്? സിമെൻറ്റ്, അതുപോലെ ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ, അതുപോലെ വേണ്ട എല്ലാ സാധനങ്ങളും നാളെ ലോറിയിലായിട്ടും അതേപോലെ ട്രക്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വി ആർ ബ്രിങ്ങിങ് ദ ലാബേഴ്സ് ഓഫ് കോഴ്സ് എ ഫ്യൂ ഹൺഡ്രഡ്. അതുപോലെ തന്നെ അത് നിർമ്മിക്കാനുള്ള ആരെയും കൊണ്ടുവരുന്നുണ്ട്? തൊഴിലാളികളെ കൊണ്ടുവരുന്നുണ്ട്. ഒരു 100ഓളം ആളുകളുണ്ടാവും. രാമനെ ഫ്യൂ ഹൺഡ്രഡ്, where will they stay? 100 ആളുകളോ? രാമണ്ണ ചോദിക്കുകയാണ്. 100 ആളുകളോ? അവരെവിടെ താമസിക്കുക? സാഗർ, we will put up temporary dwellings for them at the foot of the hill. You know some temporary shacks, no problem. സാഗർ അപ്പോൾ പറയാണ്, അതൊന്നും പ്രശ്നമില്ല, അവർ താൽക്കാലികമായിട്ട് താമസിക്കാനല്ല, അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ചില ടെൻറ്റൊക്കെ പോലെ കെട്ടിയിട്ട് അവരവിടെ താമസിക്കും. അതൊന്നും പ്രശ്നമല്ല. നാരായണ അപ്പോൾ ചോദിക്കുകയാണ്, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? അപ്പോൾ നാരായണ ചോദിക്കേണ്ടത്, നിങ്ങളോട് ചേരി ഉണ്ടാക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? ചേരികളിലാണല്ലോ നമ്മൾ ചെറിയ ചെറിയ ഈ കുടിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് ആളുകൾ തിങ്ങി പാർക്കുന്നത്. അതാണ് നാരായണ അവിടെ ഉദ്ദേശിച്ചത്. Then Sagar, shrugging, well, that is what they are used to, man. They live like rats, don't you know? അതെ, അപ്പോൾ സാഗർ പറയണോ, യെസ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു എലികളെ പോലെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല മാൻ. Then Narayan, annoyed, Mr. Sagar, I strongly oppose this plan to build a hotel in Dharmagiri. I wish the villagers, had been consulted first. Mr. Dikshit should have asked us what we felt about it. നാരായണ കുറച്ച് നൈരാശ്യത്തോടെ പറയുകയാണ്, മിസ്റ്റർ സാഗർ, പക്ഷെ നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ, ധർമ്മഗിരിയിൽ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ശക്തമായിട്ട് തന്നെ നിങ്ങളെ എതിർക്കും. കാരണം ദ വില്ലേജേഴ്സ് ഹാഡ് ബീൻ കൺസൾട്ടഡ് ഫസ്റ്റ്. പക്ഷേ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഓർമ്മിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആരെയാണ് ഫസ്റ്റ് കാണേണ്ടിയിരുന്നത്? അവിടുത്തെ വില്ലേജേഴ്സിനെ ആയിരുന്നു കാണുക, ഗ്രാമവാസികളെ ആയിരുന്നു കാണേണ്ടിയിരുന്നത്. മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us what we felt about it. അപ്പോൾ ദീക്ഷിത് ഫസ്റ്റ് കാണേണ്ടിയിരുന്നത് അവിടുത്തെ വില്ലേജേഴ്സിനെ ആയിരുന്നു. എന്നാലേ അവർ എന്താണ് അവിടെ വെച്ചാൽ ഗ്രാമവാസികൾക്ക് സമ്മതമാണോ അല്ലേ എന്നുള്ളത് ആദ്യം അന്വേഷിക്കണമായിരുന്നു ദീക്ഷിത് എന്നാണ് നാരായണൻ പറയുന്നത്. ദെൻ സാഗർ കണ്ടംഷ്യസ്ലി, ഡോണ്ട് മേക്ക് മീ ലാഫ് മാൻ. മിസ്റ്റർ ദീക്ഷിത്, ദ മൾട്ടി മില്യനർ ഓണർ ഓഫ് 2 dozen cinema houses, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. അപ്പോൾ സാഗർ പറയും, ഡോണ്ട് മേക്ക് മീ ലാഫ് മാൻ, എന്നെ ചിരിപ്പിക്കല്ലേ മാൻ. എന്താണ് എന്നിട്ട് ദീക്ഷിതിനെ കുറിച്ച് പറയുകയാണ്. ദീക്ഷിത് എന്ന് പറയുന്നത് കോടീശ്വരനാണ്, മൾട്ടി മില്യനിയറാണ്. എന്തൊക്കെ അദ്ദേഹത്തിനുണ്ട്? ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്. 2 dozen എന്ന് പറഞ്ഞാൽ 1 dozen എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12. അപ്പോൾ 2 dozen എന്ന് പറഞ്ഞാലും 24 അല്ലേ? 24 സിനിമ ഹൗസസ് എന്ന് വെച്ചാൽ തിയേറ്റേഴ്സ് ഉണ്ട്. 5 ലക്ഷറി ഹോട്ടൽസ്, 5 ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ 3 ഡ്രഗ് കമ്പനീസ്, 3 മരുന്ന് കമ്പനികളുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ബിസ്ക്കറ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ. പിന്നെ അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെയാണ്. മിസ്റ്റർ ദീക്ഷിത്, ഹൂ ഓൺസ് 5 mansions in different parts of the world. You want him to consult you? You want him to consult you. പിന്നെ അതും പോരാഞ്ഞ് അദ്ദേഹത്തിന് 5 ബംഗ്ലാവുകളുണ്ട്. അതും വേൾഡിൻ്റെ പല ഭാഗത്തായിട്ട്, ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് 5 ബംഗ്ലാവുകളുണ്ട്. അങ്ങനെയുള്ള ആൾ നിങ്ങളെ കാണണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ദെൻ പോസസ്, എന്നിട്ടൊന്ന് നിർത്തി. ലുക്ക് മാൻ, ഇറ്റ് ഈസ് ഹിസ് മണി, ഹിസ് ഐഡിയ, ഹിസ് എഫേർട്ട്. ഇതെന്താണ്? അദ്ദേഹത്തിൻ്റെ കാശാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വില്ലേജേഴ്സിന്, നിങ്ങൾ ഈ ഗ്രാമവാസികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സാഗർ പറയുന്നത്. രാമണ്ണ, റഫുൽഡ്, You don't know us. We certainly have something to do with it.
അപ്പം രാമണ്ണ പറയണത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, വി സർട്ടൻലി ഹാവ് സംതിങ് ടു ഡു ഇത്, ഇതിനെതിരെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനെതിരെ ചെയ്യുന്നതാണ് പറയുന്നത്. രാമണ്ണ ടീ ഷോപ്പ് ഓണറാണ് പറയുന്നത്. ദെൻ കർട്ടൻ ഫോൾസ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ആ കർട്ടൻ താഴെ വീണു. ആദ്യം സീൻ 2-ൽ നമ്മൾ സ്റ്റേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, സ്റ്റേജ് മേൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഓരോ സീന് കഴിയുമ്പോൾ കർട്ടൻ താഴ്ത്തും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സീന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു കർട്ടൻ താഴ്ത്തി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 2 സീനിലായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള സീൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.